ഇറാനുമായുള്ള യുദ്ധത്തിനിടയിൽ ട്രംപ് പശ്ചിമേഷ്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴും ഏഷ്യയിലെ അമേരിക്കയുടെ ഒഴിച്ചുകൂടാനാവാത്ത പങ്കാളിയെന്ന നിലയിൽ ജപ്പാന്റെ സ്ഥാനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉന്നതതല ചർച്ചകൾക്കായി അമേരിക്കയിൽ എത്തിയതായി റിപ്പോർട്ടുകൾ. ജാപ്പനീസ് സ്റ്റേറ്റ് മീഡിയയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3 ദിവസത്തെ US സന്ദർശനത്തിനായി വാഷിംഗ്ടൺ DC-യിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് സുരക്ഷ മുതൽ സമ്പദ് വ്യവസ്ഥ വരെയുള്ള വിഷയങ്ങളിൽ ട്രംപുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ ശക്തി വീണ്ടും ഉറപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തകായിച്ചി ടോക്കിയോയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. US ജപ്പാന്റെ സുരക്ഷാ സഖ്യകക്ഷിയാണ്. കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച $550 ബില്യൺ വ്യാപാര കരാറിന് കീഴിൽ ജാപ്പനീസ് നേതാവ് ട്രംപിന് പുതിയ നിക്ഷേപങ്ങൾ സമ്മാനിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സുരക്ഷ, ഊർജ്ജ സുരക്ഷ എന്നിവയുൾപ്പെടെ ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണി നേരിടുന്നുവെന്നും അവർ പറഞ്ഞു. നിലവിലെ അസ്ഥിരമായ സാഹചര്യം തുടർന്നാൽ ജപ്പാനും അമേരിക്കയ്ക്കും അതുപോലെ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്കും കാര്യങ്ങൾ കൂടുതൽ വഷളാകും. നാളത്തെ ജപ്പാൻ US ഉച്ചകോടി യോഗത്തിനായി സുരക്ഷയും സാമ്പത്തിക സുരക്ഷയും ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ജപ്പാൻ US ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ജപ്പാന്റെ നയതന്ത്രത്തിന്റെ ഒരു സ്തംഭമായ സ്വതന്ത്രവും തുറന്നതുമായ ഇൻഡോ പസഫിക്കിനോടുള്ള ജപ്പാന്റെയും അമേരിക്കയുടെയും ശക്തമായ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതിനുമുള്ള ഒരു അവസരമാക്കി മാറ്റാൻ ഞാൻ ലക്ഷ്യമിടുന്നു. പറക്കലിന് മുൻപ് പ്രസിഡന്റ് ട്രംപുമായുള്ള ഉച്ചകോടി യോഗത്തിന് ഞാൻ പൂർണ്ണമായും തയ്യാറെടുക്കുമെന്നും ജാപ്പനീസ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. 2025 ഒക്ടോബറിൽ അധികാരമേറ്റതിനു ശേഷം തകായിച്ചിയുടെ വാഷിംഗ്ടണിലേക്കുള്ള ആദ്യ യാത്രയാണിത്. ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് ദിവസങ്ങൾക്ക് ശേഷം അവർ ട്രംപുമായി ടോക്കിയോയിൽ തന്റെ ആദ്യ ഉച്ചകോടി നടത്തി. ആകസ്മികമായി ഈ വർഷം ഫെബ്രുവരിയിൽ അവരുടെ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്നാപ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയിരുന്നു. ക്വാഡോ ന്യൂസ് ഉദ്ധരിച്ച ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് വൈറ്റ് ഹൌസിൽ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം വ്യാഴാഴ്ച വൈകുന്നേരം ട്രംപ് തകായിച്ചിക്ക് ഔദ്യോഗിക ഉച്ചഭക്ഷണവും അത്താഴവും നൽകുമെന്ന് അറിയിച്ചു. ഇറാനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് US ഇസ്രായേൽ യുദ്ധത്തിനും ഇസ്രായേൽ ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങൾ എന്നിവയ്ക്കെതിരായ ടെഹ്റാൻ ആക്രമണങ്ങൾക്കുമിടയിൽ ക്രൂഡ് ഓയിൽ, ഗ്യാസ് ഗതാഗതത്തിനുള്ള പ്രധാന ജലപാതയായ ഹോർമുസ് കടലിടുക്കിലൂടെ ടാങ്കറുകൾക്ക് അകമ്പടി സേവിക്കാൻ യുദ്ധക്കപ്പലുകൾ അയക്കണമെന്ന് ജപ്പാൻ, ചൈന, നാറ്റോ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ആഹ്വാനത്തിൽ നിന്നും ട്രംപ് ചൊവ്വാഴ്ച പിന്മാറിയിരുന്നു. നമുക്ക് ഇത്രയും സൈനിക വിജയം ലഭിച്ചതിനാൽ ഞങ്ങൾക്ക് ഇനി നാറ്റോ രാജ്യങ്ങളുടെ സഹായം ആവശ്യമില്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ല. അതുപോലെ ജപ്പാൻ, ഓസ്ട്രേലിയ, ദക്ഷിണ കൊറിയ എന്നിവയും ട്രംപ് സോഷ്യൽ മീഡിയയിൽ എഴുതി. വാസ്തവത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നടപടികളെക്കുറിച്ച് ജപ്പാൻ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ലെങ്കിലും പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ സാധാരണക്കാർക്ക് നാശനഷ്ടം ഉണ്ടായതിന് ടെഹ്റാനെ ടോക്കിയോ അപലപിച്ചു. എണ്ണ ഇറക്കുമതിയെ വളരെ അധികം ആശ്രയിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. ഹോർമുസ് കടലിടുക്കിലെ തടസ്സത്തിന്റെ ഫലമായി ജപ്പാൻ കമ്പനികൾ ഇതിനകം തന്നെ എണ്ണ ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് അനുഭവിക്കുകയും വിതരണ നിയന്ത്രണങ്ങൾ നേരിടുകയും ചെയ്യുന്നു. ജപ്പാൻ സർക്കാർ അതിന്റെ തന്ത്രപരമായ കരുതൽ ശേഖരത്തിൽ നിന്നും എണ്ണ പുറത്തിറക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും എണ്ണവിലയിലെ കുതിച്ചുചാട്ടം നികത്താൻ സബ്സിഡികൾ നൽകാൻ പദ്ധതിയിടുന്നുണ്ടെന്നും വാഷിംഗ്ടൺ പോസ്റ്റിലെ റിപ്പോർട്ട് പറയുന്നുണ്ട്. ചരിത്രപരമായി ജപ്പാൻ ഇസ്രായേലുമായും അറബ് രാജ്യങ്ങളുമായും സൗഹൃദ ബന്ധം പുലർത്തിയിട്ടുണ്ട്. കൂടാതെ മിഡിൽ ഈസ്റ്റിലെ മറ്റു സംഘർഷങ്ങളിൽ ഒരു നിഷ്പക്ഷ മധ്യസ്ഥനായി സ്വയം നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അംഗീകരിച്ച അതിന്റെ ഭരണഘടന വിദേശ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. കൂടാതെ 1991 ഏപ്രിൽ ഗൾഫ് യുദ്ധത്തിന് ശേഷം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രമാണ് ജപ്പാൻ മുൻപ് സ്വയം പ്രതിരോധ സേനയെ വിന്യസിച്ചതെന്നും പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. നവംബർ 7 പാർലമെന്റിൽ തായ്വാനിൽ നടന്ന സൈനിക ആക്രമണമോ ബീജിംഗിന്റെ നാവിക ഉപരോധമോ ജപ്പാൻ അതിജീവനത്തിന് ഭീഷണിയായേക്കാവുന്ന സാഹചര്യം സൃഷ്ടിച്ചേക്കാമെന്നും ടോക്കിയോയ്ക്ക് കൂട്ടായ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം പ്രയോഗിക്കാൻ കഴിയുമെന്നും തകായിച്ചി നടത്തിയ പ്രസ്താവനയ്ക്ക് ശേഷം ജപ്പാനും ചൈനയും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന സമയത്താണ് അവരുടെ US സന്ദർശനമെന്നും എടുത്തു പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.